വീഡിയോസിൽ നമ്മൾ ബോൾട്ടഡ് ജോയിൻസിൻ്റെ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെൽഡഡ് കണക്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഇത് ലെക്ചർ 6 ആണ്. ഈ ലെക്ചറിൽ നമ്മൾ വെൽഡഡ് കണക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വെൽഡഡ് കണക്ഷൻ എന്ന് പറഞ്ഞത്? വെൽഡഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ് പെയറിലായിട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ വെൽഡ് ചെയ്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വെൽഡ് ചെയ്ത് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൽഡഡ് കണക്ഷൻ എന്ന് പറഞ്ഞത്. ഈ രണ്ട് പ്ലേറ്റിനിടയിൽ നമ്മൾ ആർക്കൊക്കെ ഉപയോഗിച്ച് വെൽഡ് ചെയ്തിട്ട് ഈ രണ്ട് പ്ലേറ്റിനെയും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൽഡഡ് കണക്ഷൻ എന്ന് പറയുന്നത്. Welded joint is a permanent joint in which two pieces of metal are connected by making metallurgical bond between them. രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ മെറ്റലർജിക്കൽ ബോണ്ട് മേക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ട് പ്ലേറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ വെൽഡഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ നിങ്ങൾക്ക് വെൽഡഡ് കണക്ഷൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ട് പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലും വെൽഡ് ചെയ്തിട്ട് ഈ രണ്ട് പ്ലേറ്റിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ വെൽഡഡ് കണക്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തെന്ന് നോക്കാം. ഓക്കെ, വെൽഡഡ് സ്ട്രക്ചർ ഈസ് ലൈറ്റർ. നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്ന സ്ട്രക്ചർ ലൈറ്ററാണ്. അപ്പോൾ ഈ വെൽഡ് ചെയ്തെടുക്കുന്ന സ്ട്രക്ചർ എന്തുകൊണ്ടായിരിക്കും ലൈറ്റർ? നമുക്ക് വേറെ ടൈപ്സ് ഓഫ് കണക്ഷൻ അറിയാം. റിവറ്റഡ് കണക്ഷനും ഉണ്ട്, ബോൾട്ടഡ് കണക്ഷനും ഉണ്ട്. ഈ ബോൾട്ടഡ് കണക്ഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബോൾട്ട് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ പ്ലേറ്റ് വേറൊരു പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് ഗസറ്റ് പ്ലേറ്റൊക്കെ നമുക്ക് വേണമല്ലേ. ഗസറ്റ് പ്ലേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഗസറ്റ് പ്ലേറ്റിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ടായിരിക്കും നമ്മളതിനെ റിവറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫാസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള അതൊക്കെ വരുമ്പം നമുക്ക് ആ സ്ട്രക്ചറിനൊരു വെയിറ്റ് കൂടുതലായിരിക്കും. പക്ഷേ എന്നാൽ വെൽഡഡ് കണക്ഷൻ അങ്ങനെയൊന്നും വരില്ല. അതുകൊണ്ട് വെൽഡഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലൈറ്റർ സ്ട്രക്ചറായിരിക്കും, അധികം വെയിറ്റ് ഒന്നും കാണില്ല. അതിനകത്ത് വെൽഡിങ് പ്രോസസ് ഈസ് ക്വിക്കർ. നമുക്ക് പെട്ടെന്ന് തന്നെ വെൽഡ് ചെയ്തെടുക്കാം. നമ്മുടെ റിവറ്റഡും ബോൾട്ടഡ് കണക്ഷനും ആണെങ്കിൽ നമുക്ക് ഓരോ ബോൾട്ട് വെച്ച് നമുക്ക് ബോൾട്ട് ചെയ്തൊക്കെ എടുക്കണം, ബോൾട്ട് ഹോൾ ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് ബോൾട്ടൊക്കെ ചെയ്യണം. പക്ഷേ ഈ വെൽഡഡ് കണക്ഷൻ രണ്ട് പ്ലേറ്റ് എടുക്കുക, അതിൻ്റെ ഇടയിൽ വെൽഡ് ചെയ്യുക, ആ ഒരു പ്രോസസ്സേ ഉള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി മോർ അഡാപ്റ്റബിൾ ദാൻ ബോൾട്ടിങ് ഓർ റിവറ്റിങ്. റിവറ്റിങ്ങും ബോൾട്ടിനേക്കാളും നമുക്ക് മോർ അഡാപ്റ്റബിൾ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പ്ലേറ്റിൽ നമുക്കൊരു സർക്കുലർ ട്യൂബ് കണക്ട് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ബോൾട്ടിങ് റിവറ്റിങ് യൂസ് ചെയ്ത് നമുക്ക് ഒരു സ്ക്വയർ പ്ലേറ്റിൽ ഒരു സർക്കുലർ ട്യൂബ് കണക്ട് ചെയ്ത് വെക്കാൻ പാടായിരിക്കും. നമ്മളിപ്പം വെൽഡഡ് കണക്ഷനാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർക്കുലർ ട്യൂബ് വരെ നമുക്ക് ചുറ്റും നമുക്ക് വെൽഡ് ചെയ്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 100% എഫിഷ്യൻസി. വെൽഡഡ് കണക്ഷന് 100% എഫിഷ്യൻസിയാണ്. ബോൾട്ടിങ്ങിന് റിവറ്റിനാണെങ്കിൽ 70 to 80% എഫിഷ്യൻസി മാത്രമേ കാണൂ. ഇനി ലെസ് നോയ്സ് ആയിരിക്കും. നമ്മൾ റിവറ്റിംഗ് ഒക്കെ ചെയ്യുമ്പം നല്ല നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത്രയും നോയ്സ് ഒന്നും നമ്മുടെ വെൽഡഡ് കണക്ഷനിൽ ഉണ്ടായിരിക്കില്ല. ഇനി ഗുഡ് ആസ്തറ്റിക് അപ്പിയറൻസ് ആയിരിക്കും. എയർ ടൈറ്റ് ആൻഡ് വാട്ടർ ടൈറ്റ് ആയതുകൊണ്ട് ലെസ് കൊറോഷനൊക്കെ ആയിരിക്കും. വാട്ടർ ടൈറ്റ് എയർ ടൈറ്റ് ആയതുകൊണ്ട് കൊറോഷൻസൊക്കെ കുറവായിരിക്കും മറ്റ് രണ്ട് കണക്ഷനെ അപേക്ഷിച്ച്. പിന്നെ റിജിഡ് കണക്ഷൻ ആയിരിക്കും. ഇനി നമ്മൾ അഡ്വാൻറ്റേജസ് നോക്കി. ഇനി വെൽഡഡ് കണക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ്, ഡ്യൂ ടു അൺഈവൻ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. ഓക്കെ, വെൽഡഡ് കണക്ഷന് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അൺഈവൻ ആയിട്ടുള്ള ഹീറ്റിങ്ങും കൂളിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്തതിന് കാരണം നമ്മുടെ മെമ്പർ ഡിസ്റ്റോർഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഡിഫിക്കൽട്ട് ആൻഡ് എക്സ്പെൻസീവ് ഇൻസ്പെക്ഷൻ. ഇത് ഇൻസ്പെക്ഷൻ ചെയ്യണമെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ തന്നെ അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഗ്രേറ്റർ പോസിബിലിറ്റി ഓഫ് ബ്രിറ്റിൽ ഫ്രാക്ചർ. നമുക്ക് ഫ്രാക്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം രണ്ട് പ്ലേറ്റ് തമ്മിൽ നമ്മൾ വെൽഡ് ചെയ്ത് വെക്കുമ്പം ഈ പോർഷനിൽ വന്നിട്ട് ഫ്രാക്ചർ സംഭവിക്കാനുള്ള ഗ്രേറ്റർ ചാൻസ് ഉണ്ട്. ഇനി ഹൈലി സ്കിൽഡ് പേഴ്സൺസ് ആർ റിക്വയർഡ്. ഹൈലി ആയിട്ടുള്ള സ്കിൽഡ് പേഴ്സൺസ് വേണം. ഓക്കെ, അത്രയാണ് നമ്മുടെ ഡിസഡ്വാൻറ്റേജസ്. ഇനി ടൈപ്സ് ഓഫ് വെൽഡ് നോക്കാം. വെൽഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 4 ടൈപ്സ് ഉള്ള വെൽഡ് ഉണ്ട്. ബട്ട് വെൽഡ്, ഫില്ലറ്റ് വെൽഡ്, സ്ലോട്ട് വെൽഡ്, പ്ലഗ് വെൽഡ്. അപ്പോൾ ഈ 4 ടൈപ്സ് ഉള്ള വെൽഡാണ് കോമൺലി ആയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ബട്ട് വെൽഡ് എന്താണെന്ന് നോക്കാം. ബട്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻറ്റ് സെയിം പ്ലെയിനിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതായത് രണ്ട് പ്ലേറ്റ് എടുക്കുക, ആ പ്ലേറ്റ് സെയിം പ്ലെയിനിൽ കൊടുത്തിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന വെൽഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. 2 കമ്പോണൻറ്റ്സ് കണക്റ്റഡ് ടുഗദർ ഇൻ സെയിം പ്ലെയിൻ. ഒരു പ്ലെയിനിൽ തന്നെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബട്ട് വെൽഡ് എന്ന് പറയുന്നത്.
ഈ ഇമേജ് ബട്ട് വെൽഡിന് ഒരു എക്സാമ്പിളാണ്. അതായത് 2 പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിനെ നമ്മൾ സെയിം പ്ലെയിനിൽ തന്നെ കണക്ട് ചെയ്ത് വയ്ക്കുന്നതിനാണ് ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഈ ബട്ട് വെൽഡിനെ നമ്മൾ ഗ്രൂഡ് വെൽഡ് എന്നും പറയും. കാരണം നമ്മൾ 2 പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂവ് ഉണ്ടാക്കും. ഇതൊരു ഗ്രൂവാണ്. ഈ ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ വെൽഡഡ് മെറ്റീരിയൽസ് നിറച്ച് നമ്മൾ വെൽഡ് ചെയ്ത് പ്ലേറ്റിനെ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഗ്രൂഡ് വെൽഡ് എന്നും പറയാറുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ബട്ട് വെൽഡ്. ബട്ട് വെൽഡ് തന്നെ പല ടൈപ്സും ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണോ ഗ്രൂവ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ബട്ട് വെൽഡ് ടൈപ്സ് പറയുന്നത്. സ്ക്വയർ വെൽഡ്, നമ്മൾ ഉണ്ടാക്കുന്ന വെൽഡ് ഇങ്ങനെ സ്ക്വയർ ടൈപ്പ് ആണെങ്കിൽ, ഇവിടെ സ്ക്വയർ ടൈപ്പ് അല്ലേ, സ്ക്വയർ ടൈപ്പ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്ക്വയർ വെൽഡ്. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്ക്വയർ. ഇനി സിംഗിൾ ബിവൽ, ഒരു സിംഗിൾ ബിവൽ ഷേപ്പ് ആണെങ്കിൽ, ഇവിടെ ഒരു ബിവൽ ഷേപ്പ് ഉണ്ട്, അങ്ങനെ ബിവൽ ഷേപ്പ് ആണെങ്കിൽ അതിനെ സിംഗിൾ ബിവൽ വെൽഡ് എന്ന് പറയും. ഇനി ജെ ഷേപ്പ് ആണെങ്കിൽ, ഇവിടെ ഒരു ജെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം, അങ്ങനെ ജെ ഷേപ്പിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ജെ എന്ന് പറയും. ഇനി ഡബിൾ വിവൽ, രണ്ട് ബിവൽ ഷേപ്പ് ആണെങ്കിൽ അതിനെ ഡബിൾ വെൽ എന്ന് പറയും. പിന്നെ ഡബിൾ ജെ ഷേപ്പ്, ഇവിടെ വന്നിട്ട് 2 ജെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആ ഫിഗറിൽ, ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ 2 ജെ കാണാം, അതിനെ ഡബിൾ ജെ ഷേപ്പ് എന്നാണ് പറയുന്നത്. ഇനി സിംഗിൾ വി ഷേപ്പ്, 2 പ്ലേറ്റ് തമ്മിൽ വി ഷേപ്പിൽ ഒരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ സിംഗിൾ വി എന്ന് പറയും. ഇവിടെ 2 വി നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വി ഷേപ്പ് കാണാൻ പറ്റും. ഇങ്ങനെ 2 വി ഷേപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഡബിൾ വി എന്ന് പറയും. ഇനി യു ഷേപ്പിലാണെങ്കിൽ അതിനെ സിംഗിൾ യു, 2 യു ഷേപ്പ് ആണെങ്കിൽ അതിനെ ഡബിൾ യു ഷേപ്പ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഇനി ഫില്ലറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടി ഷേപ്പോ ആംഗിൾ സെക്ഷനോ റൈറ്റ് ആംഗിൾ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ടി സെക്ഷനാണ്. ആ ടി സെക്ഷൻ്റെ ഈ സൈഡ് മാത്രം നമുക്ക് ഇതുപോലെ വെൽഡ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വേറൊരു 2 പ്ലേറ്റ്, അതിനെ നമുക്ക് ടി ഷേപ്പിൽ നമുക്ക് കണക്ട് ചെയ്യണം. നമുക്കത് വേണമെങ്കിൽ 2 സൈഡും വെൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡ് മാത്രം വെൽഡ് ചെയ്യും കണക്ട് ചെയ്യാം. ഇനി ഇതെന്ന് പറയുന്നത് ഒരു ആംഗിൾ സെക്ഷനാണ്. ഈ ആംഗിൾ സെക്ഷൻ ഇതുപോലെ വെൽഡ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ വെൽഡ് ചെയ്ത് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലോട്ട് ആൻഡ് പ്ലഗ് വെൽഡ്. അപ്പോൾ ഈ സ്ലോട്ട് ആൻഡ് പ്ലഗ് വെൽഡ് എന്താണെന്ന് നോക്കാം. ഈ സെക്കൻഡ് ഫിഗറിൽ കാണുന്നില്ലേ, ഇതാണ് നമ്മൾ സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. അതായത് 2 പ്ലേറ്റ് നമ്മളിപ്പം പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 പ്ലേറ്റ് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്ലോട്ട്, ഒരു ലാർജ് ഒരു ഹോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട്, ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഫുൾ വെൽഡ് ചെയ്യൂല, അതിൻ്റെ സൈഡിൽ മാത്രം നമ്മൾ ഈ സ്ലോട്ടിൻ്റെ സൈഡിൽ മാത്രം വെൽഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് സ്ലോട്ട് വെൽഡ് കാണാം. ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ മാത്രം നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഇനി പ്ലഗ് വെൽഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ 2 പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ചെറിയ ഹോൾ ഉണ്ടാക്കും. ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഹോളിൻ്റെ അകത്ത് ഫുള്ളായിട്ട് വെൽഡ് ചെയ്യും. ഓക്കെ, ആ ഹോളിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഇതുപോലെ വെൽഡഡ് മെറ്റീരിയൽ നിറച്ച് വെൽഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പ്ലഗ് വെൽഡ്, ഇതിനെയാണ് പ്ലഗ് വെൽഡ് എന്ന് പറയുന്നത്. ഇത് പ്ലഗ് വെൽഡിൻ്റെയും ഇത് സ്ലോട്ട് വെൽഡിൻ്റെയും ഫിഗറാണ്. ഓക്കെ, പിന്നെ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫുൾ വെൽഡഡ് മെറ്റീരിയൽ നിറച്ച് വെൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലഗ് വെൽഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ വെൽഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് വെൽഡ്, ടൈപ്സ് ഓഫ് വെൽഡ്, അഡ്വാൻറ്റേജസ് ഓഫ് വെൽഡ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെൽഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു.